എല്ലാവർക്കും നമസ്കാരം. വാഗമണ്ണിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണുവാൻ വേണ്ടി വന്നതാണ്. അതിയായ തിരക്കാണ് രാവിലെ. എല്ലാവരും കാണുവാൻ വേണ്ടി രാവിലെ തന്നെ എല്ലാ ടിക്കറ്റ് എടുത്ത് എല്ലാവരും കയറി വരുന്ന സമയമാണ്. വാഗമണ്ണിൻ്റെ അതിമനോഹരമായ കാഴ്ചകളെ കുറിച്ച് കാണിക്കാവുന്നതാണ്. രാവിലെ തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ്. വെക്കേഷൻ സമയമായതുകൊണ്ട് ഒത്തിരി കുട്ടികളും എല്ലാം ആയിട്ട് ഒത്തിരി ആൾക്കാർ വാഗമണ്ണിൻ്റെ രാവിലെ നല്ല വെയിൽ ഉദിച്ചു വരുന്ന സമയങ്ങളാണ്. എന്തോ ഒരു തിരക്കാന്ന് നോക്കും. ആൾക്കാരുടെ അതിഭയങ്കരമായ തിരക്കാണ് രാവിലെ ഇവിടെ. കുട്ടികളുമൊക്കെ ആയിട്ട് ഒത്തിരി കേരളത്തിൽ നിന്നും വെളി രാജ്യങ്ങളിൽ നിന്നും എല്ലാം കാണാവുന്ന അതിമനോഹരമായ ഇടുക്കി ജില്ലയുടെ പ്രകൃതിരമണീയമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് വാഗമണ്ണ്. മൊട്ടക്കുന്നുകളുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണുന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് വാഗമണ്ണ്. മഞ്ഞ് മൂടിയ മലകളും മറ്റും ഇഷ്ടംപോലെ ആൾക്കാരുടെ ഒരു സാന്നിധ്യമൊക്കെ കൊണ്ട് അതിമനോഹരമായി തീരുന്ന ഈ വാഗമണ്ണ് കാണുവാൻ വേണ്ടി എന്തോരം ആൾക്കാരാണ് ഇവിടെ വന്നു കൂടിയിരിക്കുന്നതെന്ന് നോക്കൂ. ചെറിയ ചെറിയ ബോട്ട് യാത്രകളൊക്കെ ചെയ്യാവുന്ന കുളങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ചെറിയ ചെറിയ ബോട്ടുകൾ. സ്വന്തമായിട്ട് തുഴഞ്ഞു പോകുവാനൊക്കെ ഇവിടെ സൗകര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. ചെറിയ ചെറിയ ബോട്ടുകളിലുള്ള യാത്രയാണ് ഈ കാണുന്നത്. കുഞ്ഞുകുട്ടികൾക്കെല്ലാം നീന്തി കളിക്കാവുന്ന ഒരു ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മൊട്ടക്കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ റിസോർട്ടുകളും ലോഡ്ജുകളും മറ്റുമാണ്. അത് ആ മലയാണ് തങ്കൽപ്പാറ സ്ഥിതി ചെയ്യുന്ന. അത് വാഗമണ്ണിൻ്റെ അങ്ങേ സൈഡാണ്. അവിടെയാണ് ഈ തങ്കൽപ്പാറയൊക്കെ ചെയ്യുന്നത്. അങ്ങേ സൈഡിൽ മഞ്ഞുകളും ആ ഭാഗമൊക്കെ കണ്ടോ, ലോഡ്ജുകളും ആ വാഗമണ്ണ് ടൗണാണ് ആ കാണുന്നത്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റിസോർട്ടുകളും മറ്റു കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ഗസ്റ്റുകളും എല്ലാം ഇവിടെയുണ്ട്. ടൂറിസ്റ്റുകളുടെ ഒരു മേഖലയാണ്. എല്ലാ മൊട്ടക്കുന്നുകളിലും ജനങ്ങളുടെ നല്ല തിരക്കാണ്. അതിമനോഹരമായ കാഴ്ചകളാണ്. അങ്ങ് ദൂരെ നിന്ന് നോക്കും മഞ്ഞ് മൂടിയ സ്ഥലങ്ങളാണ്. കുറച്ചൊക്കെ മഞ്ഞ് മൂടി കിടപ്പുണ്ട്. തങ്കൽപ്പാറ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ അപ്പുറം ആ മലകളൊക്കെ തങ്കൽപ്പാറ ഒക്കെയാണ് ആ കാണുന്നത്.